എന്നാലും ഇത്ര വലുതൊക്കെ പടച്ചോ എനിക്ക് തന്നല്ലോ എന്ന് മനസ്സിക്ക് വരും. അപ്പോൾ ഇത്ര വലുതൊക്കെ അപ്പം എന്താ മനസ്സിക്ക് വരേണ്ട കാര്യങ്ങൾ? ഇന്ന ഇളമൽ ജസാ മഅ ഇളമിൽ ബലാ, ഇന്ന ഇളമൽ ജസാ, ഏറ്റവും വലിയ കൂലി അതിനാ കിട്ടുകാര്യങ്ങൾ ഏറ്റവും വലിയ പരീക്ഷണത്തിൽ. അപ്പോൾ ഏറ്റവും വലിയ പരീക്ഷണം തന്നത് എന്തിനാണ്? ഏറ്റവും വലിയ കൂലി തരാൻ. വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അള്ളാഹുവിനൊരു കൗമിനെ ഇഷ്ടമായാൽ അള്ളാഹ് അവരെ ഒന്ന് പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹുർ റിളാ, ഫമൻ റളിയ ഫലഹുർ റിളാ. പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹ് എന്ത് പ്രതികൂലം തരുന്നതും ആ പ്രതികൂലം കൊടുത്താൽ നമ്മൾ തൃപ്തിപ്പെടുമെന്ന് അറിയാനാണ്. അപ്പോൾ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ പരാജയപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? രോഗം തന്നു, തൃപ്തിപ്പെട്ടു, അള്ളാഹ് തന്നതിൻ്റെ ലക്ഷ്യം പൂർത്തിയായി. തൃപ്തിപ്പെട്ടില്ലെങ്കിലോ ആ ലക്ഷ്യം പൂർത്തിയായില്ല. ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ, വലിയ പ്രതിഫലം വലിയ പരീക്ഷണങ്ങളോടൊപ്പമാണ്. വ ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു ഒരു കൗമിനെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹുർ റിളാ, ആ പരീക്ഷണത്തിൽ അവൻ തൃപ്തിപ്പെട്ടാൽ അവന് തൃപ്തിയുണ്ട്. വമൻ സഖിത ഫലഹുസ് സുഖ്ത്, ആരെങ്കിലും അതിൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവൻ എന്തുണ്ട്? അള്ളാഹുവിൻ്റെ കോപമുണ്ട്, അനിഷ്ടമുണ്ട് എന്നാണ്. അപ്പോൾ ഇത്ര വലുത് തന്നല്ലോ, അത്രയും വലിയ കൂലി തരാൻ വേണ്ടി വലുത് തന്നു എന്ന് വിചാരിച്ചാൽ മതി എന്നാണ്. അള്ളാഹു എന്ത് തന്നോ അതിൽ അതേപോലെ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തരുന്ന ഏതൊരു കാര്യത്തെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ